Praise the Lord. Hello. Can I have your attention? Praise the Lord. Greetings to everyone in the matchless name of our Lord and Savior Jesus Christ. എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളിൽ വന്ന് സംബന്ധിക്കാൻ എനിക്കൊരവസരം ലഭിച്ചതിൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ചർച്ചിലെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ, നിങ്ങൾക്ക് പ്രത്യേക ഗ്രീറ്റിംഗ്സ് അറിയിക്കുന്നു. ടീച്ചേഴ്സ്, ചർച്ചിലെ എൽഡേഴ്സ്, കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരെയും സന്തോഷത്തോടെ വന്ദനം ചെയ്യുന്നു. വളരെ എനർജറ്റിക്കായ നല്ല പ്രോഗ്രാംസ് നടക്കുന്നതിനിടയിൽ ഒരു പ്രസംഗമൊക്കെ, അതും പ്രസ്പിറ്റർ എന്നൊക്കെ പറയുന്ന ടൈറ്റിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ എനിക്കറിയാം അതൊരു ഹെവി ഫീലിംഗ് ആണ്. ഇതുപോലെ കുറേ സമയം ഞാനും ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും നമുക്കിപ്പോൾ പറ്റാത്ത കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ നിൽക്കുന്നതെന്നൊന്നും ആരും വിചാരിക്കേണ്ട. ആക്ച്വലി വി ഹാഡ് എ ഗുഡ് ടോക്ക്. ഞാനിങ്ങോട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ എൻ്റെ മോളോട് ചോദിച്ചു, എൻ്റെ മോള് വന്നിട്ടുണ്ട് എൻ്റെ കൂടെ, 8 വയസ്സുള്ള ജുവലിനോട് ചോദിച്ചു, ഐ എം ഗോയിങ് ടു ഷെയർ സംതിങ് വിത്ത് ഷാർജ സിറ്റി AG ചർച്ച്, വാട്ട് യു വാണ്ട് മീ ടു ഷെയർ അമോങ് ദം എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് വേറെ ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ എന്നോട് വേഗം പറഞ്ഞു, പപ്പ യു ക്യാൻ ഷെയർ സംതിങ് പോസിറ്റീവ് ടു ദം എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഒരു പോസിറ്റീവ് ഫീലിംഗ് എൻ്റെ സൈഡിൽ നിന്ന് വീട്ടിൽ കിട്ടാത്തതുകൊണ്ടാണോ, അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് തോട്ടിൻ്റെ ഒരു കുറവുണ്ടെന്ന് അവൾക്ക് തോന്നിയതുകൊണ്ടാണെന്നൊന്നും അറിയില്ല. എന്തായാലും പോസിറ്റീവായിട്ട് ചില കാര്യങ്ങൾ പറയണമെന്നാണ് എന്നോടും പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാനൊരു ബൈബിളിലെ ഒരു പാസേജ് ഒന്നും ഇന്ന് എടുത്ത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് തന്നിരിക്കുന്ന സമയം എനിക്ക് നന്നായിട്ട് അറിയാം. ബെൻ പാസ്റ്ററുടെ ഒരു ആബ്സെൻസ് ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ ഓർക്കുകയും ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. വളരെ ലേറ്റായിട്ട് റിക്വസ്റ്റ് എനിക്ക് കിട്ടിയിരുന്നു. മലയാളമൊക്കെ നിങ്ങൾക്കെല്ലാം പ്രശ്നമാണെന്ന് എനിക്കറിയാം. എനിക്കാണെങ്കിൽ മലയാളം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ അനായാസനെ സംസാരിക്കും. പക്ഷേ പ്രസംഗിക്കാൻ പറഞ്ഞാൽ ആ പണി അധികം ഇംഗ്ലീഷിൽ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇനിയൊരു അവസരം എന്നെ ക്ഷണിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ ഇംഗ്ലീഷിൽ വന്ന് മനോഹരമായി നിങ്ങളുടെ മധ്യേ പ്രസംഗിക്കാം. ഇന്ന് പരമാവധി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ ചില കാര്യങ്ങളെ ഒന്ന് ഷെയർ ചെയ്യാൻ ഞാൻ ശ്രമിക്കുകയാണ്. 3 കാര്യങ്ങൾ, 3 truths every child must know. കുട്ടികളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു 3 കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തിട്ട് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് എൻ്റെ സമയത്തിനുള്ളിൽ. ഇവിടെ കുറച്ച് മുമ്പൊക്കെ അവതരിപ്പിച്ച പരിപാടികളൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. നേരത്തെ പാടിയൊരു പാട്ടിനകത്ത് പറയുന്നുണ്ട്, ലൈഫ് സ്ട്രഗിളാകുമ്പോൾ അല്ലേ, ടെററാകുമ്പോൾ, ടെററാകുന്ന സമയത്ത് നമ്മൾ ഷെയർ ചെയ്യണം ദൈവത്തോടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഒരു ടെററാകുന്ന ഒരു ലോകത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. ഇതിന് നടുവിൽ ഒരു 3 കാര്യങ്ങൾ, 3 truths every child must know. 3 കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. അതിൽ ഫസ്റ്റ് വൺ, വി മസ്റ്റ് നോ ഹു വി ആർ. നമ്മൾ ആരാണെന്നുള്ളത് സംബന്ധിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. നമുക്കെല്ലാവർക്കും നമ്മളെ അറിയാം അല്ലേ? ഇവിടെ എല്ലാവർക്കും എല്ലാവരെയും അറിയാവുന്നവരാണ്. നമ്മുടെ പേര് നമുക്കറിയാം, നമ്മുടെ ഏജ് നമുക്കറിയാം. പക്ഷെ എനിക്ക് തോന്നുന്നു ചിലപ്പോഴല്ല നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസാണ്. ചില സമയത്ത് നമ്മളൊരു പോയിന്റിലെത്തി നിൽക്കും, നമുക്ക് സ്റ്റക്കാവുന്ന ഒരു പോയിന്റ് ഉണ്ടാവും, മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു പോയിന്റിലുണ്ട്. ഈ ലോകം പലപ്പോഴത്തെ വേൾഡ് ഡിഫൈൻസ് അസ് ബൈ അവർ മാർക്സ്, അവർ അപ്പിയറൻസ്, അവർ പെർഫോമൻസ്. ഇതൊക്കെ വെച്ചിട്ടാണ് ലോകം നമ്മളെ പലപ്പോഴും വിലയിരുത്തുന്നത്, നമ്മുടെ സക്സസ് എല്ലാം വെച്ചിട്ടാണ്. എല്ലാവരും ഒരുപോലെ സക്സസ് ആവുന്ന ഒരു ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ലൈഫുമായിട്ടാണ്. ഇവിടെ കുറേ സമ്മാനങ്ങളൊക്കെ ഇരിക്കുന്നത് കാണുന്നുണ്ട്, പക്ഷേ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു സാധനം ഇതുപോലെ എനിക്ക് കിട്ടിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഓൾമോസ്റ്റ് 12 വർഷത്തോളം സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, CAയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, നിൽക്കാവുന്നിടത്തെല്ലാം നിന്ന് മത്സരിക്കാവുന്ന എല്ലാ മത്സരങ്ങളിലും ഞാൻ ഭാഗമായിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഒരു പ്രാവശ്യം കിട്ടി. അന്ന് ഒരു ഹർത്താലായിരുന്നു, സ്ട്രൈക്കായിരുന്നു, 2 പേരെ പാട്ട് പാടാനുണ്ടായിരുന്നുള്ളൂ. അത് 2ാമത് പാടിയത് ഞാനാണ്. സോ ഐ ഗോട്ട് ദ സെക്കൻഡ് പ്രൈസ്. ഇതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ പ്രോഗ്രാമിനുമൊക്കെ പങ്കെടുക്കും, പക്ഷേ പ്രത്യേകിച്ച് സമ്മാനങ്ങളൊന്നും കിട്ടിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പഠനത്തിൽ കിട്ടിയിട്ടില്ല, സ്റ്റഡീസിൽ കിട്ടിയിട്ടില്ല, പെർഫോമൻസിനൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ എനിക്കൊന്ന് ബൈബിൾ സ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന സമയത്താണ് എക്സലൻസ് ഇൻ അക്കാഡമിക് അവാർഡ് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ സ്റ്റേജിൽ കയറി ഒരു പെർഫോമൻസിന് കിട്ടുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന കാലത്ത് നമുക്ക് കിട്ടുന്ന അവാർഡ്സോ ഇതൊന്നും അല്ല ശരിക്കും നമ്മുടെ ഐഡൻറ്റിറ്റി ഫ്യൂച്ചറിൽ നമ്മൾ എന്താകുമെന്ന് തീരുമാനിക്കുന്നത്.
എന്നെക്കാളെല്ലാം നന്നായി വരുവാനുള്ള എല്ലാ സാധ്യതകളുള്ള ഒരു ജനറേഷൻ്റെ മുമ്പിലാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്കിതൊന്നും എൻ്റെ ലൈഫിൽ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നിൽക്കുന്നു എന്ന് പറയുന്നത് എൻ്റെ ഐഡൻറ്റിറ്റി ദൈവത്തിൻ്റെ മുമ്പിലായതുകൊണ്ടാണ്. ട്രൂ ഐഡൻറ്റിറ്റി അത് ദൈവം മുമ്പിലായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചില സമയത്ത് കുഞ്ഞുങ്ങളെല്ലാം നേരിടുന്നൊരു പ്രശ്നമാണത്. വെൻ വി ഗെറ്റ് ലോ മാർക്സ്, നമുക്ക് കുറച്ച് മാർക്ക് കിട്ടുന്നൊരു സമയത്ത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ നമുക്ക് അധികം പെർഫോം ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയത്ത്, ഇൻട്രോവേർട്ട് ആണെന്ന് ആളുകൾ നമ്മളെക്കുറിച്ച് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്ലാസ്സിൽ മറ്റു കുട്ടികളെപ്പോലെ ഒന്നും നമുക്ക് ആയിത്തീരാൻ പറ്റാത്തപ്പം, ചർച്ചിൽ, ഫാമിലിയിൽ എല്ലാം നമ്മൾ നേരിടുന്നൊരു പ്രശ്നമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, വി മസ്റ്റ് നോ റിയലി ഹു വി ആർ. ശരിക്കും നമ്മൾ ആരാണെന്നുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാം ഓർമ്മയുണ്ടാകണം. അതൊരിക്കലും നമ്മൾ ജനിച്ച കുടുംബത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, നമ്മുടെ ചർച്ചിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുമല്ല, ഇതൊന്നുമല്ല. റിയലി വി ആർ എ മാസ്റ്റർ പീസ് ഓഫ് ഗാഡ്. നമ്മളെല്ലാം ദൈവത്തിൻ്റെ ഒരു മാസ്റ്റർ പീസാണ്. ഞാനിത് പറയുമ്പോൾ ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് ഓർക്കാറുണ്ട്. ഞാൻ ജനിച്ചത്, എനിക്കൊന്ന് ഒരു പ്രാവശ്യം ഞാൻ ചർച്ചിൽ പ്രസംഗിച്ച സമയത്ത് ഞാൻ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജനിച്ചത് വയനാട്ടിലെ ഒരു ട്രൈബൽ കോളനിയിലാണ്. അവിടെയാണ് എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ചെറുപ്പകാലത്ത് ട്രൈബൽസ് ആയിരുന്നു. ആ കമ്മ്യൂണിറ്റിപ്പെട്ട കുട്ടികളായിരുന്നു എനിക്ക് സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫാദർ എന്നെക്കുറിച്ച് വിചാരിച്ചിരുന്നത് ഇറ്റ് വാസ് എ കേഴ്സ് ഡെത്ത്, ഒരു ശപിക്കപ്പെട്ട ഒരു ശാപമായിട്ടാണ് എന്നെ കണ്ടത്. ഹി ട്രൈ ടു കിൽ മീ സെവറൽ ടൈംസ്. ഒരിക്കലും എൻ്റെ അമ്മയുടെ വയറ്റിൽ ഞാൻ ഉള്ള സമയത്ത് ഹി ട്രൈ ടു കട്ട് മൈ മദർ സ്റ്റൊമക്ക് ആൻഡ് പുൾ മീ ഔട്ട് ടു കിൽ. കൊന്നുകളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ശ്രമിച്ച ഒരാളാണ്. ബിക്കോസ് അദ്ദേഹം വിചാരിച്ചത് ഞാനൊരു ശാപമാണ്, ജനിക്കാൻ പാടില്ല എന്നാണ്. ഇങ്ങനെയൊക്കെ ഉള്ളൊരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഐ വാസ് ടോട്ടലി റിജക്റ്റഡ് മൈ ഫാദർ. അങ്ങനത്തെ ഒരു പശ്ചാത്തലം എനിക്കുണ്ടായിരുന്നു. എനിക്കൊന്നും ഞാനൊരു 15 വയസ്സ് വരെ ആരോടും സംസാരിക്കാൻ എനിക്കറിയില്ല, ആൾക്കാരുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ അറിയില്ല, സ്റ്റേജിൽ വരാൻ അറിയില്ല, പെർഫോം ചെയ്യാൻ അറിയില്ല, മനുഷ്യരുടെ മുമ്പിൽ വരുവാനോ 4 പേര് കൂടുന്നിടത്തൊന്ന് വന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വാക്ക് പറയാൻ എനിക്ക് അറിയില്ലായിരുന്നു. അത്രത്തോളം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും സമൂഹത്തെ ഭയവും ഒക്കെയായി പേടിച്ച് നിന്നൊരു കാലം ഉണ്ടായിരുന്നു. കാര്യമായി എൻ്റെ ഒരു എഡ്യൂക്കേഷൻ ലെവൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് നിങ്ങളോടൊപ്പം നിന്ന് ഇതൊക്കെ പറയാൻ എന്നെ പ്രാപ്തനാക്കുന്നത് ഐ വാസ് എ മാസ്റ്റർ പീസ് ഓഫ് മൈ ഗോഡ് എന്നുള്ളതുകൊണ്ടാണ്. ഐ വാസ് റിജക്റ്റഡ് മൈ ഫാദർ ബട്ട് വെൽ അക്സെപ്റ്റഡ് മൈ ഹെവൻലി ഫാദർ. സോ നമ്മുടെ ട്രൂ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് വി ആർ ദ ചൈൽഡ് ഓഫ് ഗാഡ്. അതിനോളം വലിയൊരു സേഫ്റ്റി വേറെയില്ല, സെക്യൂരിറ്റി വേറെയില്ല. നമുക്ക് ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ടൈറ്റിൽ എന്ന് പറയുന്നത് എ ചൈൽഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നതാണ്. നമ്മൾ വളർന്നു കഴിയുമ്പോൾ, കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് നമ്മളത് ഇഷ്ടപ്പെടും, എൻജോയ് ചെയ്യും, നമ്മളതിൻ്റെ പാട്ടുകളൊക്കെ പാടും, മാതാപിതാക്കളോടൊപ്പം നമ്മൾ ജീവിക്കും. പക്ഷെ വളർന്നു വരുമ്പോൾ, ഒരു പിയർ പ്രഷറിൻ്റെയൊക്കെ ഒരു ടൈം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ടീനേജേഴ്സായി തീരുന്നൊരു സമയത്ത് നമ്മൾ ആ ഒരു സ്റ്റാൻഡിൽ നിന്ന് മാറുവാൻ നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ ടിൽ അവർ ലാസ്റ്റ് ബ്രെത്ത്, അവസാന സമയം വരെയും ഒരു ദൈവത്തിൻ്റെ കുഞ്ഞായി നമ്മൾ നിൽക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. അതുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് ഈ ലോകത്തിൽ ഒരുപാട് ടൈറ്റിലുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നന്നായി പഠിക്കുന്നവർക്ക് ഒരുപാട് പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും നല്ല ടൈറ്റിൽ എന്ന് പറയുന്നത് ഒരു ദൈവവേദലായിരിക്കുക എന്ന് പറയുന്നതാണ്. ചില സമയത്ത് നമുക്കൊന്നും കാര്യമായ കഴിവുകളൊന്നും ഇല്ലെന്ന് നമുക്ക് തോന്നിയേക്കാം. അത് നമ്മുടെ ടാലൻസ് വെച്ച് നോക്കിയാലും നമ്മുടെ സൈസ് വെച്ച് നോക്കിയാലും ഒക്കെ നമുക്ക് തോന്നും നമ്മൾ വലിയ ടാലൻസ് ഒന്നും ഇല്ല എന്ന്. പക്ഷെ ദൈവം ഉപയോഗിച്ചിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ നോക്കിയാൽ എപ്പോഴാണോ അവർ ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കുന്നത് ആ സമയത്ത് ദൈവം അവരെ ശക്തമായി ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിൽ ഇന്ന് ഒരു പക്ഷേ പല കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളൊരല്പം താഴെയെന്ന് തോന്നിയാലും വി ആർ ദ മാസ്റ്റർ പീസ് ഓഫ് ഗാഡ്. നമ്മുടെ അവർ ഡെസ്റ്റിനി വിൽ നോട്ട് ഡിഫൈൻ ബൈ ദ വേൾഡ്. ഈ ലോകത്തിന് അതിനെ നിർണ്ണയിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു ഡെസ്റ്റിനി തീരുമാനിക്കുന്നത് അവർ ഹെവൻലി ഫാദർ, നമ്മുടെ ദൈവമാണ്. സ്തോത്രം. അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, വി മസ്റ്റ് നോ ദ റിയൽ നേച്ചർ ഓഫ് ദ വേൾഡ്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് നോട്ട് ഹു വി ആർ, ആൻഡ് ദ സെക്കൻഡ് തിങ് വി മസ്റ്റ് നോ ദ റിയൽ നേച്ചർ ഓഫ് ദ വേൾഡ്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ ഒരു ശരിയായൊരു ഫേസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കണം. എവിടെയാണ് ഞാൻ ജീവിക്കുന്നത്? ഇത് കണ്ടു കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നും. നമ്മളെ സന്തോഷിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്. അതുകൊണ്ട് നമ്മൾ വേഗത്തിൽ അതിനോടൊരു അട്രാക്ഷൻ നമുക്കുണ്ടാകും. ലെറ്റ് മീ ടെൽ യു സംതിങ്. വി ഷുഡ് നോ വാട്ട് കൈൻഡ് ഓഫ് വേൾഡ് വി ലീവ്. നമ്മൾ ഏത് തരത്തിലുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് കാണുന്ന ഒരു ഫേസ് അല്ല ഇതിനുള്ളത്.
ഈ ലോകത്തെ സ്നേഹിക്കാൻ നമുക്ക് വല്ലാതെ തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട്. നല്ല ഫ്രണ്ട്സിന് ഈ ലോകത്ത് നിന്ന് കിട്ടും. നമ്മളെ സന്തോഷിപ്പിക്കുന്ന എല്ലാം നമ്മൾ നോക്കുന്നിടത്തെല്ലാം കാണാം. ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ ഒരു സമയമാണ്. ഇവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ഒക്കെ കടുത്ത ഇവിടെ പോയോ? ഓക്കെ. അപ്പോൾ ഇന്ന് വേണ്ട, ഇതെല്ലാം നമുക്ക് സന്തോഷം നൽകുന്ന കുറേ കാര്യങ്ങൾ ഇതിൻ്റെ എല്ലാം മുമ്പിലുണ്ട്. പക്ഷേ ബിഹൈൻഡ് ദ കേർട്ടൻ, ഇതിൻ്റെ എല്ലാം പിന്നിൽ, ദ ട്രൂ നേച്ചർ ഓഫ് ദ വേൾഡ് ഈസ് ഹോറിബിൾ. വി ആർ ലിവിങ് ഇൻ എ ബ്രോക്കൺ വേൾഡ്. ഞാനിത് പറയുന്നത് വെറുതെ നിങ്ങൾക്കത് എത്രത്തോളം ഗ്രഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇന്ന് നാം കാണുന്ന ഈ കാഴ്ചപ്പാടിൻ്റെ എല്ലാം അപ്പുറത്ത് റിയാലിറ്റീസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. തീർത്തും വ്യത്യസ്തമായ മറ്റൊരു ലോകം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. ദ വേൾഡ് ഈസ് ടെമ്പററി ആൻഡ് ഇറ്റ് ഈസ് എ ബ്രോക്കൺ വേൾഡ്. ഞാൻ ബൈബിളിലെ ഒരു സ്റ്റോറി നിങ്ങൾക്കെല്ലാം അറിയാവുന്നതൊന്ന് പറയാം. പ്രോഡിഗൽ സൺ. ഈ പ്രോഡിഗൽ സൻ്റെ സ്റ്റോറിയുടെ എല്ലാം ത്രെഡ് എന്ന് പറയുന്നത് ഹി വാസ് അട്രാക്റ്റഡ് ബൈ ദ ഫാർ കൺട്രി എന്നാണ്. ദൂരദേശം കണ്ടിട്ട് അദ്ദേഹത്തിന് അതിനോടൊരു അട്രാക്ഷൻ തോന്നി, അല്ലേ? പ്രോഡിഗൽ സൺ താൻ ജീവിക്കുന്ന വീടിനേക്കാളും നല്ലത്, തൻ്റെ സ്വന്തം ഭവനത്തെക്കാൾ നല്ലത് ഫാർ കൺട്രി, ദൂരദേശം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അദ്ദേഹം അതിനാലൊന്ന് അട്രാക്റ്റഡ് ആയ സമയത്താണ് ഫാദറിനോട് ചെന്നിട്ട് പറയുന്നത്, എൻ്റെ ഇൻഹെറിറ്റൻസ് എനിക്ക് വേണം, എനിക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടണം, ഐ വാണ്ട് ടു ലീവ്, അവിടെ ഞാൻ പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. അപ്പോൾ ഈ ദൂരദേശം ഇങ്ങനെ മനോഹരമായി നിൽക്കും. നമുക്കെല്ലാം ഓരോ ഫാർ കൺട്രി ഉണ്ട്. നമുക്ക് നമ്മുടെ ചർച്ചിനേക്കാളും ഫാമിലി പ്രെയറിനേക്കാളും അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻസിനേക്കാളും അല്ലെങ്കിൽ ബിബ്ലിക്കൽ ട്രൂത്തിനേക്കാളെല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഫാർ കൺട്രി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നമുക്ക് ഏറ്റവും അധികം സന്തോഷം നൽകുന്നത് എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇത് നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് അറിയുന്നത്. തൻ്റെ സ്വന്തം പാരൻസിനെയും വീടിനെയും സഹോദരനെയും എല്ലാം വിട്ടിട്ട് ഓടിപ്പോകുവാൻ അവനെ പ്രേരിപ്പിച്ചത് ഈ ഫാർ കൺട്രി മനോഹരമാണെന്നൊരു തോന്നലാണ്. കുറേ സമയം വരെ അത് ശരിയായിരുന്നു. കയ്യിൽ പണം ഉണ്ടായിരുന്നൊരു സമയം സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് അവിടെ ചെന്നിട്ട്, പക്ഷേ ഓർക്കുക, അവനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച അട്രാക്റ്റീവായിട്ട് നിന്ന ആ സ്ഥലത്താണ് അവൻ മോറലി തകർന്നു പോയത്, അവൻ ഫിനാൻഷ്യലി അവൻ തകർന്നു പോയത്, അവൻ്റെ ക്യാരക്ടർ നഷ്ടമായത്, അവൻ്റെ പൊസിഷൻ നഷ്ടമായത്. ദ പ്രോഡിഗൽ സൺ, ഹി ലോസ്റ്റ് എവറിത്തിങ് ദാറ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ്. പലപ്പോഴും നമുക്കെല്ലാം നഷ്ടമായി തീരുന്നത് തകർന്ന ഒരു സ്ഥലത്തൊന്നുമല്ല, മനോഹരമായ സ്ഥലത്താണ്. സോ ഈ ലോകം എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മുടെ കണ്ണിനെ സന്തോഷിപ്പിക്കുന്ന, കാതിനെ ഇഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ ജീവിതത്തിലെല്ലാം ഒരുപാട് സന്തോഷങ്ങളെ വാരി വിതറാൻ ശക്തിയുള്ള ഒരു ഫ്രണ്ട് സർക്കിൾ നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട്, നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. പക്ഷെ എന്തിനാ കർത്താവ് ഇങ്ങനെ ഒരു പാരബിൾ അവിടെ യൂസ് ചെയ്തതെന്നറിയാമോ? നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് നമ്മളെ കൊതിപ്പിക്കുന്ന, ആകർഷിക്കുന്ന എല്ലാറ്റിൻ്റെ പിന്നിൽ എ ഷുഗർ കോട്ടഡ് പോയിസൺ പോലെ, ഒരു ഷുഗർ കോട്ടഡ് പോയിസൺ പോലെയാണ് പലപ്പോഴും ഈ ലോകത്തിൻ്റെത്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലാകാം, സ്കൂളിലാകാം, കോളേജിലാകാം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ആകാം. ദ റിയൽ നേച്ചർ ഓഫ് ദ വേൾഡ്, വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ട്രൂ കളർ ഓഫ് ദ വേൾഡ്. ആ ദൂരദേശം ഒരു കാലത്ത് അവനെ മനോഹരമായി തോന്നിയെങ്കിൽ പിന്നീട് ആ ദേശത്ത് അവൻ്റെ നല്ല ക്യാരക്ടർ അവന് നഷ്ടമായി, അവൻ്റെ പണം അവിടെ നഷ്ടമായി, നല്ല ബന്ധങ്ങൾ നഷ്ടമായി. ഹി ലോസ്റ്റ് ഹിംസെൽഫ്, അവനെ തന്നെ ആ ദേശത്ത് നഷ്ടമായി. എല്ലാ ടൈറ്റിലും അവിടെ വെച്ച് നഷ്ടമാകുകയാണ്. നമുക്കൊരു നല്ലൊരു കരിയർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങുന്നത് ഇങ്ങനെയൊരു ലോകത്തിലേക്കാണെന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഈ ലോകം ഒരുപക്ഷെ നമുക്ക് ബാക്കിയെല്ലാം വിട്ടിട്ട് അതിൻ്റെ പിന്നാലെ ഓടുവാനുള്ളൊരു വല്ലാത്ത മോട്ടിവേഷൻ നമുക്ക് തന്നേക്കാം. പക്ഷേ സൺഡേ സ്കൂൾ ടീച്ചേഴ്സും പാരൻസും സഭയും എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഈ അട്രാക്ഷൻ്റെ റിയാലിറ്റി അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാനായിരിക്കണം. നമ്മളിന്ന് പലപ്പോഴും ഇതൊരു പ്രിവിലേജായിട്ടാണ് എടുക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിന് പറ്റിയിരിക്കുന്ന ഒരു വലിയ അപകടങ്ങളിലൊന്ന് ഈ ലോകത്തിൻ്റെ മനോഹരമായിരിക്കുന്ന വെൻ ദേ ബിക്കം ഒരു ലോകത്തിൻ്റെ ഭാഗമായി തീരുന്നൊരു സമയത്ത് അത് നമ്മളൊരു പ്രിവിലേജായിട്ട് കാണുകയാണ്, അതിൻ്റെ ഒരു ഭംഗിയായിട്ട് നമ്മളതിനെ വിശദീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൻ്റെ മഹത്വം നമ്മുടെ തലമുറകളുടെ മേൽ വന്ന് നിറയുന്നത് കാണുവാൻ കഴിയുന്ന ആത്മീക ദർശനം ദൈവസഭയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. അതൊരു പക്ഷേ നമുക്കവരെ ചേർത്ത് നിർത്താൻ തോന്നുന്ന രൂപത്തിലായിരിക്കും, അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നുന്ന രൂപത്തിലായിരിക്കും. പക്ഷേ ഫ്യൂച്ചറിൽ അവരുടെ ഉള്ളിലെ മുഴുവൻ ക്വാളിറ്റീസിനെയും നശിപ്പിച്ച് കളയാൻ പറ്റുന്ന ഒരു വഴിയിലാണ് അവരായിരിക്കുന്നതെങ്കിൽ 139-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ദൈവമേ എന്നെ പരിശോധിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ, നാശത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി എന്നെ ശാശ്വത പാതയിൽ എന്നെ നടത്തണമേ എന്ന് പറയുന്നു. ഇത് കേവലം നമ്മുടെ ജനറേഷൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല, ദൈവസഭയുടെ ഉത്തരവാദിത്വം കൂടിയാണ്. മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പറയട്ടെ.
വി മസ്റ്റ് നോ അവർ എറ്റേണൽ ഡെസ്റ്റിനി. ഒന്ന്, വി മസ്റ്റ് നോ ഹു വി ആർ, വി ഷുഡ് നോ ദാറ്റ്. ആൻഡ് സെക്കൻഡ് തിങ്, we should understand, we should know the real nature of the world. And the third thing, we must know our eternal destiny. നമ്മുടെ ഒരു എറ്റേണൽ ഡെസ്റ്റിനിയെ കുറിച്ച് കൂടെ നമുക്കൊരു അറിവുണ്ടാകണം. എന്താണ് ലൈഫ്? നമ്മുടെ ലൈഫ് എന്താണ്? നമ്മൾ കുഞ്ഞുങ്ങളായി ജനിച്ചു, നമ്മൾ വളരുന്നു, നമ്മൾ പഠിക്കുന്നു, ഒരുപാട് കാര്യങ്ങളെല്ലാം നേടുന്നു, ഇതൊക്കെയുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യം, നമ്മുടെ എറ്റേണിറ്റിയെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റാണ്, ഒരു കാഴ്ചപ്പാടാണ്. ജീവിതം എത്രത്തോളം മുന്നോട്ട് പോകുമെന്നുള്ളൊരു കാര്യം കൂടെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചർച്ച? പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിരുത്തുന്നത്? ഈ പാട്ടിൻ്റെയും ഡാൻസിൻ്റെയും കഥകളുടെ എല്ലാം പിന്നിലെ റിയൽ തീം എന്താണ്? എന്തിനാണ് ചേർച്ചിൽ ഒരു പാസ്റ്റർ ദൈവം തന്നിരിക്കുന്നത്? എന്തിനാണ് ചേർച്ചിനൊരു കമ്മിറ്റിയെ തന്നിരിക്കുന്നത്? വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് ദ എൽഡേഴ്സ്? നമ്മുടെ ലൈഫിലെല്ലാം ചേർന്ന് നിൽക്കുന്ന ഈ സ്പിരിച്വൽ സെറ്റപ്പിൻ്റെ എല്ലാം ഒരു മീനിങ് ഉണ്ട്, ഇതിൻ്റെ എല്ലാം ഒരു അർത്ഥമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? ടു പ്രിപ്പയർ us ഫോർ ദി എറ്റേണൽ കിങ്ഡം. ഇന്ന് നമ്മളെല്ലാം നന്നായി പഠിക്കാൻ കഴിയുന്ന സമയത്ത് നന്നായി പഠിക്കുക, ഇതെല്ലാം ചെയ്യുക. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യം, നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ ലോകത്തിന് വേണ്ടിയിട്ടല്ല. ഇതൊരു കുറച്ചു കാലം മാത്രം ദൈവം നമുക്കൊരു ആയുസ് തന്നിരിക്കുകയാണ് ഇവിടെ. ഞാൻ പലപ്പോഴും എൻ്റെ ചർച്ചിലെ കുഞ്ഞുങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ലൈഫിലെ പ്രധാനപ്പെട്ട ഡിസിഷൻ എടുക്കുന്നത് ഏത് ഏജിലാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും 18 വയസ്സാകണം, അല്ലെങ്കിൽ മെച്യൂരിറ്റി ആകണം. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതൊരു 15 വയസ്സ് 16 വയസ്സിലാണ്. അതിന് കാരണം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത്, അല്ല പോട്ടെ 10ാം ക്ലാസ് കഴിയുമ്പോൾ, 10th കഴിയുമ്പോൾ തൊട്ട് കുട്ടികൾ ചിന്തിക്കും, ഏത് സ്ട്രീം ഞാൻ എടുക്കണം. ഈ തോട്ട് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? കാരണം സയൻസ് ഗ്രൂപ്പിലൂടെ പോയെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ കരിയർ ഉണ്ടാക്കാൻ പറ്റൂ എന്ന് ചിന്തയുള്ള കുട്ടികൾ എന്ത് ചെയ്യും? സയൻസിൽ പിടിക്കും. മറ്റ് ഏരിയയിലുള്ള ആളുകൾ അതിൽ പിടിക്കും. കാരണം ആ ഒരു പോയിന്റ് തൊട്ട് അവർ പ്ലാൻ ചെയ്യുകയാണ്. എന്ത്? ഞങ്ങളുടെ ഫ്യൂച്ചർ അതിങ്ങനെ ആയിരിക്കണം. അതിന് വേണ്ടുന്ന കോളേജ് ഏതാണെന്ന് തീരുമാനിക്കും, ഹോസ്റ്റൽ ഏതാണെന്ന് തീരുമാനിക്കും, ഫീസ് നിർണ്ണയിക്കും, ഏത് രാജ്യത്ത് പഠിക്കണം എന്നെല്ലാം തീരുമാനിക്കും. കാരണം ഇനിയുള്ള കാലം ഏത് പ്രൊഫഷനിലായിരിക്കണം, എങ്ങനെയായിരിക്കണം, എത്ര സമ്പാദിക്കണം, ജീവിതം ഏത് വഴിക്ക് പോകണമെന്ന് തീരുമാനിക്കുന്ന ദ ഏജ് ഓഫ് 15 വയസ്സിൽ മാതാപിതാക്കൾക്ക് അതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ട്, കുഞ്ഞുങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, സ്കൂൾ ആ മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ മരണം കൊണ്ട് അവസാനിച്ചു പോകുന്ന ഈ ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി 15ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞിനെ തയ്യാറാക്കി ഒരുക്കി നിർത്തുന്നുവെങ്കിൽ നിത്യ യുഗങ്ങൾ നാം ജീവിക്കേണ്ടുന്ന the eternal truth, there is only one truth, that is eternal kingdom. അതല്ലാതെ വേറെ സത്യം ഈ ലോകത്തില്ല. അതിനുവേണ്ടി നമ്മൾ എത്രത്തോളം നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രിപ്പയർ ചെയ്യാറുണ്ട്, അവർ ഒരുക്കിയെടുക്കാറുണ്ട് നിത്യതയ്ക്ക് വേണ്ടിയിട്ട്. അത് നമ്മൾ വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പഠിക്കട്ടെ, തോന്നുമ്പോൾ സ്നാനപ്പെടട്ടെ. അതവർ വചനം കേൾക്കുന്നുണ്ടല്ലോ, എപ്പോഴെങ്കിലും ഒരിക്കൽ സത്യം മനസ്സിലാക്കട്ടെ, നമ്മളല്ലല്ലോ പറയേണ്ടത്. പക്ഷെ മേക്ക് ഷുവർ ദാറ്റ് നമ്മളിത് ചെയ്യുന്നു, ഇതേക്കുറിച്ച് ചിന്തിക്കുന്നു, ചേർച്ച് ഇത് ചിന്തിക്കുന്നു, സൺഡേ സ്കൂൾ ഇത് ചിന്തിക്കുന്നു. കുഞ്ഞുങ്ങൾ ആ ഒരു സീരിയസ് ആയി കുറഞ്ഞ ഒരു 50-60 വയസ്സ് വരെ ജോലി ചെയ്യേണ്ടുന്ന ഒരു ടെമ്പററി വർക്കിനെ കുറിച്ച്, ജോലിയെക്കുറിച്ച് ഇത്ര കരുതലോടുകൂടെ നാം പ്ലാൻ ചെയ്യുന്നുവെങ്കിൽ, ഇതെല്ലാം വിട്ടെറിഞ്ഞിട്ട് എപ്പോൾ അവസാനിക്കുമെന്നറിയാത്തൊരു ജീവിതവും കയ്യിൽ വെച്ചിട്ട് നിത്യയുഗങ്ങൾ നാം ദൈവത്തോടൊപ്പം വാസം ചെയ്യേണ്ടവരാണെന്നുള്ള ചിന്തയിലേക്ക് നമ്മുടെ ജനറേഷനെ വളർത്തിയെടുക്കണം. അത് കുഞ്ഞുങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമല്ല. അങ്ങനെ വി ഷുഡ് മേക്ക് ആൻ എൻവയോൺമെൻറ്റ്, അങ്ങനത്തെ ഒരു അന്തരീക്ഷം സഭയിൽ മാത്രമല്ല, അത് ആദ്യം ഉണ്ടാവേണ്ടത് കുടുംബത്തിലാണ്. അതിന് കുടുംബാന്തരീക്ഷത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതൊക്കെ ഡിസ്കസ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ടോപ്പിക്ക് അതാണ്. ലോകത്തിലെ യുദ്ധങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ അതേക്കുറിച്ച് ചർച്ച ചെയ്യും, അതിൻ്റെ ഡിസ്കഷൻ എല്ലാം നടത്തും. സമാധാന കരാർ എന്നുണ്ടാകും, എന്നുണ്ടാവില്ല, ആര് വെടി നിർത്തും, ആര് പൊട്ടിക്കും, ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എന്താ നാം പറയുന്നത്? ഏതെങ്കിലും ഒരു തലതിരിഞ്ഞ ഭരണാധികാരിയുടെ ഒരൊറ്റ തീരുമാനത്തിന് മുമ്പിൽ അസ്തമിക്കുന്നേ ഉള്ളൂ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ എല്ലാം. ഇതല്ലേ? ഇറ്റ് ഹാസ് എ സൈലന്റ് മെസ്സേജ് സെയിങ് ദാറ്റ്. ഇതിനകത്തൊരു നിശബ്ദമായൊരു സന്ദേശമുണ്ട്. ഏതെങ്കിലും ഒരു വെളിവ് കെട്ട ഭരണാധികാരിക്ക് ഒരു നിമിഷം തെറ്റിപ്പോയാൽ തെറ്റുന്നേ ഉള്ളൂ നമ്മുടെ എർത്ത് പ്ലാനിങ്സ്. ഈ ലോകത്ത് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന എറ്റേണൽ പേർപ്പസ്, സിൻസ് വി ആർ ദ മാസ്റ്റർ പീസ് ഓഫ് ഗോഡ്, ഹി ഹാസ് എ പ്ലാൻ ഫോർ us. ആ ഒരു പ്ലാനിലേക്ക് നമ്മൾ വന്ന് ചേരുക എന്ന് പറയുന്നതാണ് എറ്റേണിറ്റിയെ കുറിച്ചുള്ളൊരു ചിന്ത. നാം വീട്ടിൽ അത് ഡിസ്കസ് ചെയ്യണം.
ഡിസ്കസ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ എല്ലാവരും കൊണ്ടിട്ട് തരും, വാട്സപ്പിലൂടെ അല്ലാതെയും കുടുംബയോഗങ്ങളിലും ഒക്കെ. നമുക്കെല്ലാം നമ്മുടേതായിരിക്കുന്ന കുറേ സർക്കിളുണ്ട്, നമ്മുടെ എല്ലാം ഓരോ ഇഷ്ടമുള്ള വട്ടങ്ങളുണ്ട്. അതിനെല്ലാം നാം വില കൊടുക്കേണ്ട ഒരു സമയം വരുമെന്നുകൂടെ നാം ഓർക്കുക. ഞാൻ എൻ്റെ വാക്കുകൾ അധികം ദീർഘിപ്പിക്കാതെ അവസാനിപ്പിക്കട്ടെ. ദൈവസഭയെ അനുഗ്രഹിക്കട്ടെ. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനറേഷനെ ഇവിടുന്ന് ഉയർത്തിയെടുക്കാൻ ദൈവം നിങ്ങളെ ഒരുമിച്ച് സഹായിക്കട്ടെ. ഈ പ്രയത്നങ്ങളെല്ലാം ഈ തലമുറയെ ദൈവസന്നിധിയിലെത്തിക്കട്ടെ. ഈ അധ്വാനം, പ്രാർത്ഥന, കരുതൽ, പരിശ്രമങ്ങളെല്ലാം അവരെ കർത്താവിൽ തികഞ്ഞവരായി ക്രിസ്ത്യൻ ക്വാളിറ്റീസ് അവരുടെ ഉള്ളിൽ നൽകി അവരുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റി പുറത്തു കൊണ്ടുവന്ന് ഈ ചർച്ചിന് പുറത്ത് അവർ ഇറങ്ങുമ്പോൾ എന്താണ് ശരിയായ ലോകമെന്നുള്ളൊരു തിരിച്ചറിവോടെ ജീവിച്ച് ഇതെല്ലാം മാറിപ്പോയാലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ രാജ്യത്തിൽ ഉണ്ടാകുമെന്ന് പറയുന്ന ഒരു എറ്റേണൽ കാഴ്ചപ്പാടുകൂടെ ദൈവം നമ്മുടെ തലമുറകളെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, ആശംസയോടെ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്ന എൻ്റെ വ്യക്തിപരമായ പേരിലും ചർച്ചിൻ്റെ സെക്ഷൻ്റെ എല്ലാ ആശംസകളും ആമേൻ. സ്തോത്രം. ഷാർജ സിറ്റി AG ചർച്ചിന്, ചർച്ചിൻ്റെ ചിൽഡ്രൻ ചർച്ചിന് നിങ്ങൾക്കെല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ഫോർ ഗിവിങ് മീ സച്ച് എ വണ്ടർഫുൾ ഒക്കേഷൻ ടു ഷെയർ എ ഫ്യൂ വേർഡ്സ്. നിങ്ങളുടെ മധ്യേ വന്ന് ചില വാക്കുകൾ പ്രസ്താവിക്കാൻ എനിക്ക് തന്ന അവസരത്തിന് നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.